ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിടെക് ആഡിയോസിൻ്റെ ഒരു റിമോട്ട് കിറ്റാണ്. ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര എന്ന് പറയുന്നൊരു ഭാഗത്താണ് ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ ഒരു പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്തുള്ളത് ഒരു മദർ ബോർഡ്, പിന്നെ ഒരു ഡിസ്പ്ലേ, എല്ലാ റിമോട്ട് കിറ്റിലും ഉള്ളതുപോലത്തെ ഡിസ്പ്ലേ ആണ്. പിന്നെ നല്ലൊരു റിമോട്ടാണ് ഇത്. സാധാരണ വരുന്ന റിമോട്ടുകളിനെ കാര്യം കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന റിമോട്ടാണ് ഇത്. പിന്നെ അതിൻ്റെ ബാക്ക് പാനൽ, ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് ഒന്ന് പോവാം. ഈ ഒരു റിമോട്ട് കിറ്റ് വരുന്നത് RC സോക്കറ്റുകൾ ഉൾപ്പെടെ ചേർത്തിട്ടാണ്. അപ്പം RC സോക്കറ്റുകൾ ഉൾപ്പെടെ ചേർത്തിട്ട് വരുന്ന ഈ ഒരു ബോർഡിൻ്റെ വില വരുന്നത് 1400 രൂപയാണ്. മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ബോർഡിൻ്റെ വില വളരെ കുറവാണ്. അതിനുള്ളൊരു കാരണം, ഈ ഒരു ബോർഡ് നമുക്ക് ട്രിവാൻഡ്രത്ത് നിർമ്മിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം. കാരണം ഈ ഒരു ബോർഡ് മറ്റ് റിമോട്ട് കിറ്റ് ബോർഡുകളെയും കാട്ടി ഞാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കപ്പാസിറ്ററുകളും കെൽട്രോണിൻ്റെ കപ്പാസിറ്ററുകളാണ് എന്നുള്ളതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത. നോർമലി വരുന്ന ബോർഡുകളിലെല്ലാം കെൽട്രോണും ബാക്കിയുള്ള വേറെ കമ്പനികളുടെ കപ്പാസിറ്ററൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ ഇട്ടേക്കും. പക്ഷേ ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത, ഈ ഒരു ബോർഡിൽ വന്നിട്ടുള്ളത് എല്ലാം കെൽട്രോണിൻ്റെ കപ്പാസിറ്ററുകളാണ്. സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം കെൽട്രോണിൻ്റെ കപ്പാസിറ്ററുകളാണ്. സാധാരണ നമ്മൾ കപ്പാസിറ്ററുകളാണ് സാധാരണ ബോർഡുകളിലും, പിന്നെ അതിനേക്കാട്ടി ലോക്കൽ കപ്പാസിറ്ററുകളൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇത് നമ്മുടെ കെൽട്രോൺ കപ്പാസിറ്റർ, നല്ല ക്വാളിറ്റിയുള്ള കെൽട്രോൺ കപ്പാസിറ്ററാണ് ഈ ഒരു ബോർഡിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഈ ഒരു ബോർഡിൻ്റെ ഒരു പ്രത്യേകതയും. ഈ ഒരു ബോർഡ് വില കുറവാണെങ്കിലും അത് ഒരു നല്ലൊരു ബോർഡായിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ കൂടെ തന്നെ RC സോക്കറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് 5.1 ഇൻപുട്ടും പിന്നെ ഓക്സിൻ്റെ 3 സെക്ഷനായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. സാധാരണ നമുക്ക് എല്ലാ ബോർഡിലും ഉള്ളതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ RC സോക്കറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും നല്ല ക്വാളിറ്റിയുള്ള RC സോക്കറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ബോർഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. FR3611 എന്ന് പറയുന്നൊരു 5.1 ചാനൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ പ്രൊസസ്സർ തന്നെയാണ് ബാക്കിയുള്ള റിമോട്ട് കിറ്റിലും വരുന്നത്. അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ബോർഡിൻ്റെ ക്വാളിറ്റി വളരെ മനോഹരമാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു റിമോട്ട് കിറ്റാണ് ഈ ഒരു റിമോട്ട് കിറ്റ്. വളരെ മനോഹരമായ ഒരു ബോർഡിൽ നല്ല രീതിയിൽ സർക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു റിമോട്ട് കിറ്റാണിത്. വലിച്ചു വാരിയൊന്നും അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇതിൽ വച്ചിട്ടില്ല. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റിക്ക് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് ലഭിക്കും. ഈ ഒരു ബോർഡിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ റിമോട്ട് കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഒരു സബ് വൂഫറിൻ്റെ ഫിൽറ്റർ വരുന്നതൊക്കെ കുറച്ച് ക്വാളിറ്റി കുറവ്, അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി കുറവ്, അല്ലെങ്കിൽ ഒരു പക്ക വോക്കൽ കയറി വരിക, അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു സബ് വൂഫർ ഔട്ട് വരുന്നത്. പക്ഷേ ഇതിന് ഒരു പ്രത്യേകത, ഒന്നാമത്തെ കാര്യം, ഇതിലൊരു എക്സ്ട്രാ പ്രീ സബ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രൊസസ്സറിൽ നിന്ന് വരുന്ന ലൈന് അവർ ഡയറക്റ്റായിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ പ്രീ ഔട്ട് മാർക്ക് ചെയ്ത് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സബ് ഫിൽറ്ററിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഒരു സൗണ്ടിൻ്റെ ഔട്ട് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. അത് ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. അടുത്ത കാര്യം, ഈ ഒരു ബോർഡിൽ വരുന്ന ഫിൽട്രേഷൻ IC ആണ്. അതായത് നമ്മൾ സാധാരണ കാണുന്ന ബോർഡിലെല്ലാം വരുന്ന ഫിൽട്രേഷൻ IC വോക്കലൊക്കെ കയറി വരുന്ന, അല്ലെങ്കിൽ നല്ല ഫിൽട്രേഷൻ ഇല്ലാത്ത രീതിയിലുള്ളൊരു IC ആണ് വരുന്നത്. പക്ഷേ ഇതിൽ വരുന്ന IC നല്ല ഫിൽട്രേഷൻ ഉള്ളത്, നല്ല ഗെയിനുള്ള IC ആണ് വെച്ചിട്ടുള്ളത്. അതായത് സബ് പ്രീ വച്ചില്ല എങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സബ് വൂഫറിൻ്റെ ഒരു ഔട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അല്ല, നമുക്കിനി അഡീഷണൽ വെക്കണമെന്ന് വേണമെങ്കിൽ വയ്ക്കാം, അതിനുള്ള ഔട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഈ ഒരു ബോർഡിന് മറ്റുള്ള ബോർഡിനെയും കാട്ടി വരുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു വ്യത്യാസം, അത് ഇപ്പോൾ ഈ ഒരു ഇടയ്ക്കായിട്ട് വരുത്തിയതായിരിക്കാം എന്നാണ് തോന്നുന്നത്. നേരത്തെ ബോർഡിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു IC. ഈ ഒരു IC ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു ICയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അഡീഷണലായിട്ടൊരു സബ് പ്രീ ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഗെയിനും നല്ല രീതിയിലുള്ള ഫിൽട്രേഷനും സബ് ഫിൽട്രേഷനും ഈ ഒരു ICയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് ഇതിൽ തോന്നിയ അടുത്തൊരു പ്രത്യേകതയായിട്ട് തോന്നിയ മറ്റൊരു കാര്യം.
മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോർഡ് നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു ബോർഡാണ്. വളരെ ക്വാളിറ്റിയുള്ളൊരു ബോർഡ് 100% ഞാൻ എടുത്ത് പറയാം. പക്ഷേ ഒരു കാര്യം, ഇതിൽ ചെറിയൊരു പോരായ്മ ഉള്ളത്, അതൊരു പോരായ്മ അല്ല എന്നാലും ഞാൻ പറയാം. വേറെ നല്ല ഈ 2 IC നല്ല ഒറിജിനൽ IC ആണ്. ഈ 2 ST എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 8 വോൾട്ട് 5 വോൾട്ട് റെഗുലേറ്റർ IC ആണ് ഈ വെച്ചിരിക്കുന്നത്. പക്ഷേ അത് നല്ല IC ആണെങ്കിൽ പോലും ഇതിൽ അവർ കൊടുത്തിരുന്ന ഹീറ്റ് സിങ്ക് വളരെ ചെറുതാണ്. അപ്പം ആ ഒരു പോരായ്മ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതും പോയിട്ട് ഈ ഒരു ഹീറ്റ് സിങ്ക് ചെറുതേ ഇതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം ബോർഡും അത്രയും ചെറിയൊരു ബോർഡായതുകൊണ്ടായിരിക്കണം അതിൽ ചെറിയ ഹീറ്റ് സിങ്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഇതിലൊരു അഡീഷണലായിട്ടൊരു ഹീറ്റ് സിങ്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഹീറ്റ് സിങ്ക് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഒരു ബോർഡിൻ്റെ സേഫ് നോക്കിയിട്ടാണ്. കാര്യം ചൂടാവാൻ നേരത്തെ IC ചിലപ്പോൾ പോകാനുള്ളൊരു ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ മാറ്റിയതാണ്. അല്ലാതെ വേറെ ഇതൊന്നും അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ മാറ്റിയതാണ്. ഈ ഹീറ്റ് സിങ്ക് ഒന്നും കൂടെ ഒരു കുറച്ച് വലിപ്പമുള്ള ഹീറ്റ് സിങ്ക് ആക്കിയാൽ കൊള്ളാം എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നത് DC 12 വോൾട്ടിലാണ്, 12.0 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അത് പോയിട്ട് ഇതിലൊരു LED ഇൻഡിക്കേഷന് വേണ്ടി സാധാരണ റിമോട്ട് കിറ്റിലൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. ഒരു ഇൻഡിക്കേഷന് വേണ്ടി ഒരു റെഡ് കളർ LED അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ബോർഡിനെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. കാര്യം നമുക്കിത് ഇവിടെ ഒരു കണക്ടർ കൊടുത്തുകൊണ്ട് ഈ ഒരു കണക്ടറിൽ നമ്മൾ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് ഓൺ ആവും. അത് ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകതയാണ്. പിന്നീടുള്ളത് ഗെയിൻ കൺട്രോളാണ്. അതായത് നമുക്ക് ഈ സബിൻ്റെ ബാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗെയിൻ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഗെയിൻ കൺട്രോൾ പ്രീസെറ്റാണ് ഇതിൽ ഉള്ളത്. അത് എല്ലാ ബോർഡിലും ഇല്ല, ചില ബോർഡുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ബോർഡിൽ അങ്ങനത്തെ ഒരു ഗെയിൻ കൺട്രോളർ ഉണ്ട് എന്നുള്ളതാണ് അത് പ്രത്യേകത. അതും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് വരുന്നത് USB പാനലിലേക്കുള്ള 5 വോൾട്ട് കണക്ഷനും പിന്നെ ഡിസ്പ്ലേക്ക് വേണ്ടി ഒരു കണക്ഷനും പിന്നെ നമ്മുടെ 5.1 ചാനൽ ഔട്ടാണ്. അതായത് ഈ ഒരു ബോർഡിൽ നിന്നും 5.1 ചാനലിൻ്റെ ഒരു ഔട്ടാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് സാധാരണ എല്ലാ റിമോട്ട് കിറ്റിലും കാണുന്നതാണെങ്കിൽ പോലും ഈ ഒരു 5 വോൾട്ട് USBക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ സാധാരണ ബോർഡുകളിൽ ഒന്നിലും ഇല്ല. പക്ഷേ ഈ ഒരു ബോർഡിന് അത് ഉണ്ട്. അപ്പം ഇത് അതിന് വേണ്ടിയിട്ടുള്ള റെഗുലേറ്റർ ICയും കൂടെയാണ് ഈ ഒരു കാണുന്നത്. 12 വോൾട്ടോ അല്ലെങ്കിൽ 8 വോൾട്ടിൽ നിന്നും 5 വോൾട്ടാക്കി കൊണ്ടുവരാനുള്ള റെഗുലേറ്റർ ICയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ഇത് ഒരു നല്ലൊരു ബോർഡ് തന്നെയാണ്, വളരെ മനോഹരമായ ഒരു ബോർഡാണ്. ഈ ഒരു ബോർഡിനെ കുറിച്ച് ഇനി ഒന്നും എടുത്ത് പറയാനില്ല. കാര്യം അത്രയും നല്ലൊരു ബോർഡാണ് ഈ ഒരു ബോർഡ്. നമ്മളിപ്പം ഇവിടെ ഉപയോഗിച്ച് വരുന്നത് അന്യ സംസ്ഥാനങ്ങളിലോ നിർമ്മിക്കുന്ന ബോർഡുകളാണ്. തമിഴ്നാട് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള അന്യ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ബോർഡാണ്. പക്ഷേ നമുക്കിത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ബോർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. രണ്ടാമത്തെ കേസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് ഈ ഒരു ബോർഡ് അവരുടെ കമ്പനിയിൽ നമുക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അയച്ചു കൊടുത്ത് നമുക്ക് ശരിയാക്കാൻ പറ്റും എന്നുള്ളതും, ഈ ഒരു ബോർഡ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്നുള്ളതുമാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത. അപ്പോൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ബോർഡാണ്. പിന്നെ വരുന്നത് സാധാരണ എല്ലാ റിമോട്ട് കിറ്റിലും കാണുന്നത് പോലത്തെ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് എല്ലാ റിമോട്ട് കിറ്റിലും ഉള്ളതുപോലത്തെ ഡിസ്പ്ലേ ആണ്. അതിൽ പിന്നെ ഒന്നും എടുത്ത് പറയാനൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം, ഈ ഡിസ്പ്ലേക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കപ്പാസിറ്റർ, ആ ഒരു കപ്പാസിറ്റർ കെൽട്രോണിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കപ്പാസിറ്റർ അതാ കാണാം നിങ്ങൾക്ക്. ഈ ഒരു കപ്പാസിറ്റർ കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ്. സാധാരണ ഇങ്ങനത്തെ ഒരു കപ്പാസിറ്ററൊക്കെ അങ്ങനത്തെ ഏതെങ്കിലും കമ്പനിയിലെ കപ്പാസിറ്ററാണ്. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു കപ്പാസിറ്റർ കെൽട്രോണിൻ്റെ കപ്പാസിറ്റർ തന്നെയാണ്. അതാണ് ഇതിൽ എടുത്ത് പറയാവുന്ന മറ്റൊരു പ്രത്യേകത. പിന്നെയുള്ളത് സൗണ്ട് എൻകോഡർ. അത് സോൾഡറിങ് ചെയ്തു വരുന്നതാണ്. നമുക്ക് സെപ്പറേറ്റ് അല്ല, ഇതിൽ തന്നെ സോൾഡറിങ് ചെയ്തു വരുന്നൊരു സൗണ്ട് എൻകോഡറാണ്. അതും വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് എൻകോഡർ തന്നെയാണ്. പിന്നെ വരുന്നത് സാധാരണ റിമോട്ട് കിറ്റിലേക്ക് കാണുന്നതിനും കാട്ടി വളരെ നല്ല ക്വാളിറ്റിയുള്ള, കാണാൻ നല്ല മനോഹരമായിട്ടുള്ള, നല്ല സ്വിച്ചൊക്കെ പ്രസ് ചെയ്യാൻ നല്ല ഈസി ആയിട്ടുള്ള ഒരു റിമോട്ടാണ് ഈ ഒരു റിമോട്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റിമോട്ടിനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനുള്ള ഒരു കാരണം അതാണ്. നല്ലൊരു റിമോട്ടാണ്, നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1400 രൂപയ്ക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു റിമോട്ട് കിറ്റാണ് ഈ ഒരു റിമോട്ട് കിറ്റ്. പിന്നൊരു കാര്യം, ജിടെക്, ഫ്യൂടെക്, ജംടെക് അങ്ങനെയൊക്കെ പറയുന്ന കമ്പനികളെയും കാട്ടിയും കുറച്ചുകൂടെ നല്ലൊരു ക്വാളിറ്റി ഉള്ളതും അതിനെയും കാട്ടിയും വില കുറഞ്ഞതുമായ, നമുക്ക് ഞാൻ അങ്ങനെ എടുത്ത് പറയാം, വില കുറഞ്ഞതുമായ ഒരു റിമോട്ട് കിറ്റ് ബോർഡാണ് ഈ ഒരു റിമോട്ട് കിറ്റ്. അപ്പം നമുക്കൊരു പ്രത്യേകത, ഇത് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. കേരളത്തിലെ എല്ലാ ഭാഗത്തും അവർ ഈ ഒരു ബോർഡ് കൊറിയർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബോർഡ് വാങ്ങി വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ബോർഡാണ്, അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുമായിട്ട് താല്പര്യമുള്ള എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കണം. വീണ്ടും
കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.